എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ആർട്ടിഫിഷ്യൽ ജാസ്മിൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കേട്ടോ. വിഷുവൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് ഇത് നല്ല അത്യാവശ്യമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഒരെണ്ണം എടുക്കുക. ഒന്നും തന്നെ നമുക്ക് കുറേ പെറ്റൽസ് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നെടുത്തിട്ട് ഇങ്ങനെ നേരെ പകുതിയായിട്ട് മടക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതിയും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കുക. ഓക്കെ, മടക്കി എടുത്തിട്ടുണ്ട്. നോക്കിയത് ഈ ഒരു ഭാഗം ഇതിൻ്റെ നേരെ പകുതിയിൽ മുറിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ മടക്കിയത്. ഓക്കെ, ഇതുപോലെ 2 പീസ് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പെറ്റലിൻ്റെ വലിപ്പം എത്ര വേണോ അതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അമ്മയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വശം നമ്മൾ ഈ ഒരു കേർവായിട്ട് സാധാ പൂവൊക്കെ വെട്ടണ പോലെ കേർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ 2 എണ്ണം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ ഒരു ടിഷ്യൂ പേപ്പർ 2ആക്കി മടക്കിയപ്പോൾ 2 എണ്ണം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ 2 സൈഡിലും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പതുക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. വളരെ നൈസ് പേപ്പറാണ് ടിഷ്യൂ പേപ്പർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വേഗം കീറിപ്പോട്ടോ. നമുക്കിത് ഓരോ ലെയറായിട്ട് വേണം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും ഇങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷെ നമുക്കിത് ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു പീസ് ഇങ്ങനെ വിട്ടിട്ടിട്ടുണ്ട്. ഇതിനകത്ത് വേറെ സെപ്പറേറ്റ് ചെയ്യാനുണ്ടോ നോക്കാം കേട്ടോ. ഈ ഒരു പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കണ്ടുണ്ടോ? ഓക്കെ, ഇത് ഇതുപോലെ ചെയ്തെടുക്കുക. ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുറിക്കാം. അല്ല, ഇത് തുറന്നെടുക്കാം കേട്ടോ, മുറിക്കാനല്ല. സോറി ഗൈസ്. പതിയെ തുറന്നു കൊടുക്കുക. പീസായിട്ട് ചിലത് കിട്ടും, ചിലത് നല്ല നീളത്തിൽ കിട്ടും. നമ്മളത് പീസാക്കി എടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡ് പീസായിട്ടല്ല കേട്ടോ ഉള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്തത് പീസായിട്ടുള്ളതല്ല. ഇങ്ങനെ ഒരു ലെയർ കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. കണ്ടു ഗൈസ്. നേരത്തെ എടുത്തില്ലേ ഈ ഒരെണ്ണം, അതിനകത്തും അടുത്ത ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നേരത്തെ പൊളിച്ച് വെച്ചതിൽ ഒരു ലെയർ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പം ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ഈ ഒരു മാല പോലെ ഉള്ളതെന്നും ഇങ്ങനെ നിൽക്കണില്ലേ വെയിൽ പോലെ, അതിന്ന് 4 എണ്ണയിട്ട് അവിടെ വെച്ച് മുറിച്ചെടുക്കും. 1 2 3 4. അതുപോലെ ഇപ്പം കിട്ടിയ എല്ലാ പീസും 4 എണ്ണം വെച്ച് നമുക്ക് മുറിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ 4 എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള മുല്ലപ്പൂ അങ്ങനെയാണ് കിട്ടുക കേട്ടോ. ഇപ്പോൾ കഴിച്ചാൽ ഞാൻ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും എടുക്കും കേട്ടോ. ഒരു 3 ഈ ഒരളവിലുള്ള 3 ടിഷ്യൂ പേപ്പറ് മുറിച്ചിട്ടാണ് എനിക്ക് ഇത്ര അധികം കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലും വലിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ കൂടുതലായിട്ട് ടിഷ്യൂ എടുക്കാം കേട്ടോ. പിന്നെ 3 ടിഷ്യൂ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരെണ്ണം എടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചറിയുന്ന മുല്ലപ്പൂ ആക്കണ പ്രോസസ്സ്. അങ്ങനെയുണ്ട്. ഒരു പീസിനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പതുക്കി ഇവിടെ ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഞൊറിവെടുത്ത് കൊണ്ടുവരില്ല, അതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രമാണ്, സാധാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം, കുറച്ച് പശ, പിന്നെ സാധാ ഒരു ഫെവിക്ലൂ ആണ് വെച്ചിട്ടുള്ളത്. ഫെവിക്കോള് അതിനകത്തേക്ക് ഒഴിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണോ അത് അങ്ങനെ അനുസരിച്ച് ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കുമ്പോഴേക്കും വെള്ളം ഫെവിക്കോളോട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഗ്രീൻ എടുത്ത് ഇതിനകത്ത് പെയിൻറ് മിക്സ് ചെയ്യാം. സാധാ ഒരു ഫാബ്രിക് പെയിൻറ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് കൈ തൊട്ടിട്ട് ഇതുപോലെ ഇവിടെ നടുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. പൈസ കണ്ടോ, ശരിക്കും കെട്ടാനുള്ളൊരു മുല്ലപ്പൂ പോലെ കിട്ടും. ഇപ്പം നമ്മൾ ഇനി ഒരെണ്ണം കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, മനസ്സിലാവാത്തവർക്ക് വേണ്ടി. ഒരെണ്ണം കൂടെ നമ്മൾ അതുപോലെ മിഡിൽ പോർഷൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുത്തു. കണ്ട ഗൈസ്, അപ്പം നല്ലൊരു ഫ്ലവർ വിടർന്ന് നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം. പിന്നെ നമ്മൾ
അവിടെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കെട്ടില്ലേ നമ്മൾ ഈ മുല്ലപ്പൂവൊക്കെ, അതുപോലെ തന്നെ സെയിം ആയിട്ടിരിക്കുവേ. നമുക്ക് ഇതുപോലെ ഇത് മൊത്തം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കഴിച്ചാൽ ഞാൻ കുറേയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്, എല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരിക, അടിപൊളിയായിട്ട് വരും കേട്ടോ. നമുക്ക് ഇനി ഇത് കെട്ടിയെടുക്കാം. അപ്പോൾ കഴിച്ചാൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല നീളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് എനിക്ക് ഇത്രയും നീളം കിട്ടിയത്. നിങ്ങൾക്ക് ഇനി നീളം കുറയ്ക്കേ കൂട്ടും എന്താണെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.